ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. ഓ, ഇതിന് മാത്രം ഒരു കുറവുമില്ല. എപ്പം നോക്കിയാലും നിനക്ക് ഇത് തന്നെയാണോ പണി? അശ്രീകരം. ജലജ അത് പറഞ്ഞതും വായിലേക്ക് കൊണ്ടുപോയ ദോശക്കഷ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അമലയൊന്ന് തല ഉയർത്തി നോക്കി. മുന്നിൽ തന്നെ ദഹിപ്പിച്ചു നോക്കി നിൽക്കുന്ന ജലജയെ കണ്ടതും അവളുടെ ഉള്ളം വീണ്ടും നീറി. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കേണ്ട. വേഗം അത് കഴിച്ചേച്ച് വെയിൽ പോകുന്നതിൻ്റെ മുൻപേ ഇതുകൂടി അലക്കിയിടണം. അതും പറഞ്ഞ് കുറച്ച് വസ്ത്രങ്ങൾ കൂടി അവൾക്കരികിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ജലജ അമലയെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. ശേഷം അകത്തേക്ക് കയറിപ്പോയി. അവർ പോയിക്കഴിഞ്ഞതും അവളൊന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ അകത്തേക്ക് ഒന്നേന്തി നോക്കി. ശേഷം ആ വസ്ത്രത്തിലേക്കും. ഇപ്പോൾ ഒരു ലോഡ് വസ്ത്രങ്ങൾ അലക്കിക്കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്തത്. ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളെല്ലാം ഇനി വേണം ഉണ്ടാക്കാൻ. ഇതവർ വേണമെന്ന് കരുതി തന്നെ ചെയ്യുന്നതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവളൊന്ന് നെടുവീർപ്പിട്ടു. നെഞ്ചിലെ നീറ്റൽ അപ്പോഴേക്കും കണ്ണുകളിൽ നീരുറവ സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ആ നിറഞ്ഞ കണ്ണോടെ തന്നെ അവൾ പതിയെ തൻ്റെ മുൻപിലിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കി. കണ്ണീരുകൊണ്ട് കാഴ്ച മറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി അടച്ചു. ദോശയ്ക്ക് ഉപ്പുരസം കൂട്ടാൻ എന്ന പോലെ കൺതടത്തിൽ നിറഞ്ഞു നിന്ന കണ്ണുനീര് അപ്പോൾ താഴെ പാത്രത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എപ്പോഴോ ഒരു കട്ടൻ ചായ കുടിച്ചത് മാത്രമാണ്. പിന്നെ ഈ നേരം വരെ ഒരു സാധനം കഴിച്ചിട്ടില്ല. ആ വലിയ വീട് മുഴുവൻ അടിച്ചുവാരി തുടയ്ക്കണം. ശേഷം മുറ്റമടിക്കണം. മുറ്റം വീടിനേക്കാൾ വലുതായതിനാൽ അടിച്ചുവാരി വരുമ്പോഴേക്കും പകുതി ജീവൻ പോയിട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ പശുവിനെയും കുളിപ്പിച്ച് പാലും കറന്നെടുത്ത് പിന്നെ ഒരു കുളിയും പാസാക്കി അടുക്കളയിലേക്ക് ഒരോട്ടമാണ്. ജലജ എഴുന്നേറ്റ് വരുന്നതിന് മുൻപേ രാവിലത്തെ ചായയും പലഹാരവുമെല്ലാം ആയിട്ടുണ്ടാവണം. അത് ജലജയ്ക്ക് നിർബന്ധമാണ്. ജലജയും 2 മക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. മൂത്തത് ആണും ഇളയത് പെണ്ണും. ജലജയുടെ ഭർത്താവ് പ്രഭാകരൻ വിദേശത്താണ്. എങ്ങനെയാണ് ആ വീട്ടിൽ താൻ എത്തിയതെന്നോ എന്നാണ് എത്തിയതെന്നോ അവൾക്കോർമ്മയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമല ആ വീട്ടിലെ വേലക്കാരിയാണ്. ഇന്നുവരെ തന്നെ അന്വേഷിച്ച് ആരും ആ പടി കടന്നു വരാത്തതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്ത ആരുമില്ലാത്തവളാണ് താനെന്ന് അമലയും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പ്രഭാകരൻ്റെ അമ്മ ലക്ഷ്മിയമ്മയായിരുന്നു ആ വീട്ടിലെ അവളുടെ ഏക ആശ്വാസം. അതൊരു സാധു സ്ത്രീയായിരുന്നു. അവൾക്കും ലക്ഷ്മിയമ്മ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. തൻ്റെ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ കുനിഞ്ഞു പോകുന്ന മുഖം തന്നെയായിരുന്നു തനിക്കാരുമില്ലെന്നുള്ള ഉത്തരം. പിന്നെ പതിയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞിന് വേറെ ആരും ഇല്ലെങ്കിലും ഈ മുത്തശ്ശിയുണ്ടല്ലോ എന്ന്. അപ്പോൾ ഒരു നോവോടെ അവൾ അവരുടെ നെഞ്ചിലേക്ക് ചായുമായിരുന്നു. വെളുത്ത് മെലിഞ്ഞ് അരയോളം എത്തി നിൽക്കുന്ന മുടിയുമായി വല്ലാത്തൊരു ഭംഗിയാണ് അവളെ കാണാൻ. എന്ത് സുന്ദരിയാ എൻ്റെ മോളെന്ന് ലക്ഷ്മിയമ്മ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ അമലയെ അമ്മ സ്നേഹിക്കുന്നതൊന്നും ജലജയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അന്നും തന്നോടുള്ള അവരുടെ സ്വഭാവത്തിന് ഒരു വരമ്പ് വച്ചിരുന്നത് ലക്ഷ്മിയമ്മയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അവർ മരിച്ചത്. അവർ കിടപ്പിലാകുന്നതുവരെ അവൾക്ക് കുറച്ചൊരു ആശ്വാസമുണ്ടായിരുന്നു. കിടപ്പിലായ ശേഷവും മരിക്കുന്നതുവരെ അമലയായിരുന്നു അവരുടെ എല്ലാ കാര്യവും നോക്കിയിരുന്നത്. അവരുടെ നല്ല കാലത്ത് ലക്ഷ്മിയമ്മ അമലയെ പഠിക്കാനും അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിച്ചു. പക്ഷേ ലക്ഷ്മിയമ്മ കിടപ്പിലായ ശേഷം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജലജ അമലയുടെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. ഇല്ലാത്ത കുറ്റം കെട്ടിച്ചമയ്ക്കാനും മറന്നിരുന്നില്ല. ജോലിയുടെ ഭാരം ഇരട്ടിയാക്കിയപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവ് നേർപാതിയായി കുറച്ചതും ജലജയുടെ മനസ്സിൻ്റെ ഇടുക്കം തന്നെയായിരുന്നു.
ഇന്നും അവർ ചായ കുടിച്ച പാത്രമെല്ലാം കഴുകിക്കളഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ചോറിന് അരിയും അടുപ്പത്തിട്ട ശേഷമാണ് അലക്കാനായി പോയത്. ഇടയ്ക്ക് തലയ്ക്കൊരു ഭാരം തോന്നിയപ്പോൾ കുടിച്ച ഇത്തിരി ചൂടുവെള്ളമല്ലാതെ വേറൊന്നും ഈ നേരം വരെ കുടിച്ചിട്ടില്ല. അലക്കലെല്ലാം കഴിഞ്ഞ് അടുപ്പത്ത് കിടക്കുന്ന ചോറിൻ്റെ വേവ് വരെ നോക്കിയ ശേഷമാണ് രാവിലത്തെ ചായ കുടിക്കാനായി ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും വീണുപോകുമെന്ന തരത്തിൽ വിശപ്പ് അതിൻ്റെ പരകോടിയിൽ എത്തിയിരിക്കുന്നു. കത്തുന്ന വയറിനെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വേഗം ഒരു കഷ്ണം ദോശയെടുത്ത് വായിലേക്ക് വെക്കാൻ പോയത്. എന്നാൽ അപ്പോൾ കേട്ട അവരുടെ വാക്കുകൾ അവളുടെ നെഞ്ചിലെ മുറിവിൻ്റെ ആഴം കൂട്ടിയിരുന്നു. ഒരു നിമിഷം അവൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കി. ഹൃദയം വല്ലാതെ പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നി. എപ്പോഴും കേൾക്കുന്നതായതുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഈ വേദന അത്രമേൽ പരിചിതമായിരിക്കുന്നു. വേദന സ്വയം മറന്നെന്ന വണ്ണം അവൾ വേഗം കഴിച്ചെഴുന്നേറ്റ് കഴിച്ച പാത്രവും കഴുകിവെച്ച് സമയം നോക്കുമ്പോൾ 1 മണിയാകുന്നു. 2 മണി കൃത്യത്തിന് ഊണ് മുൻപിൽ എത്തിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം. അവൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് ചെന്ന് ഊണിന് വേണ്ടതെല്ലാം ഉണ്ടാക്കിയെടുത്തു. മീൻകറി, മീൻ പൊരിച്ചത്, പച്ചക്കറി, ഉപ്പേരി, പപ്പടം തുടങ്ങി എല്ലാം റെഡിയാക്കി മേശപ്പുറത്തെത്തിയതും അവളൊന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 1:55. അവൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. എന്നിട്ട് വേഗം നേരത്തെ തന്ന ഡ്രസ്സും എടുത്ത് അലക്കുകല്ലിനടുത്തേക്ക് ഓടി. അതും കഴിഞ്ഞ് അവർ കഴിച്ച പാത്രവും കഴുകി വെച്ചപ്പോൾ അടുത്ത പണിയും വന്നു. പശുവിന് പുല്ലരിയണം. ഒരു നിമിഷം അവളൊരു കുപ്പിന്ന് വന്ന ഭൂതമാണെന്ന് തോന്നിപ്പോയി. തീരുമ്പോൾ പണിയെടുക്കുന്നൊരു ഭൂതം. ശരിക്കും കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ജോലിക്കാരി. അതായിരുന്നു അവർക്ക് താൻ. കാരണം അവർക്കറിയാമായിരുന്നു, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, പോകാനൊരിടമില്ലാത്ത താൻ എല്ലാം സഹിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന്.